ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇത്തവണത്തെ ആദ്യത്തെ എവിക്ഷൻ എപ്പിസോഡായിരുന്നത്. ഈ എപ്പിസോഡിൻ്റെ 60-70% അനീഷുമായോ അല്ലെങ്കിൽ അനീഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായോ കടന്നുപോയ ഒന്നായിരുന്നു. അതിനപ്പുറം ഉണ്ടായ ഒരേ ഒരു കാര്യം എവിക്ഷൻ മാത്രമായിരുന്നു. തുടക്കത്തിൽ നോമിനേഷനിലുള്ളവരിൽ നിന്ന് എവിക്റ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരോടും ചോദിച്ചു. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർക്ക് ഔട്ടാകില്ല എന്ന് ഉറപ്പായിരുന്നു. പക്ഷെ താമസിയാതെ തന്നെ ലാലേട്ടൻ രഞ്ജിത്തിനെ അടുത്തേക്ക് വിളിച്ചു. അങ്ങനെ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ ആ ഒരു എവിക്ഷനോട് കൂടിയായിരുന്നു. അതിനുശേഷം അനുമോള് സേവായി, ശൈത്യയോടും കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ശൈത്യം സേവായി. പിന്നീട് പരാതിപ്പെട്ടികളകത്തേക്ക് കൊണ്ടുവന്നു. ഒരെണ്ണം അനീഷിന് മാത്രമായിട്ടുള്ളതും മറ്റത് ബാക്കി എല്ലാവർക്കും കൂടി വേണ്ടിയുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം അനീഷും ആദില നൂറയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. അത് ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിച്ചപ്പോൾ ആദിലയുടെ ഫാമിലി മാറ്ററിലേക്ക് അത് കടന്നുപോയി. അവരുടെ ഫാമിലി ഒന്നിക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടെയാണ് പറഞ്ഞതെന്നെല്ലാം പറഞ്ഞെങ്കിലും സമയവും സന്ദർഭവും നോക്കാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് പ്രശ്നമായി മാറിയതായിട്ട് മാത്രമാണ് നമുക്ക് തോന്നുള്ളൂ. ആദില കരഞ്ഞപ്പോൾ അത് ലാലേട്ടനത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പോലും പെട്ടെന്ന് അറിയാൻ പറ്റാതായി പോകുന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലായി. ആദിലയുടേതെന്നല്ല, എല്ലാവരുടെയും ഇഷ്യൂ അവരവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണ് അവർക്കത് എഫക്റ്റ് ആവുക ഇതൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുന്ന അതുപോലുള്ള വിഷയങ്ങൾ വളരെ സെൻസിറ്റീവ് ആവാം. ലാലേട്ടൻ അതിൽ സൂചിപ്പിക്കുന്ന പോലെ വളരെ പെട്ടെന്നാണ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളിലേക്കൊക്കെ സംസാരങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഏതായാലും അവർ തമ്മിൽ പറഞ്ഞ് സോൾവ് ചെയ്യട്ടെ എന്ന രീതിയിലാണ് ലാലേട്ടൻ അത് നിർത്തിയത്. ഇതിനുശേഷവും അനീഷും ആദിലയും നൂറയും തമ്മിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം പാച്ചപ്പ് ആയി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പാനിയും അഭിലാഷും എല്ലാം അനീഷിനെതിരെ പറയുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഈ അനീഷിന്റെ ട്രിഗറിങ് ഗെയിമിൽ വല്ലാതെ ട്രിഗറായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. ശൈത്യക്കാണെങ്കിൽ കംപ്ലൈന്റ് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അനുമോളുടെ കാര്യമോ അപ്പാനിയുടെ കാര്യമോ ഒക്കെ പറഞ്ഞെങ്കിലും അവരാരും അതൊന്നും ഓർക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശൈത്യക്ക് ആ ഒരു കംപ്ലൈന്റ് ക്ലിയർ ആയിട്ട് ലാലേട്ടന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചില്ല. പിന്നീട് അനുമോളുടെ പരാതി ആകാശത്ത് നിന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞു എന്നുള്ളത് അത് അനീഷ് പറഞ്ഞു തന്നെയാണെന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു. അത് മുന്നോട്ട് അധികം കൊണ്ടുപോയില്ല. പിന്നീട് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മൾ എല്ലാവരും കേട്ട ആ ഒരു ഇന്നർവിയറിന്റെ കാര്യം അത് വീണ്ടും ചർച്ചയിലേക്ക് എടുത്തു. അത് എങ്ങും എത്താതെ പോയി. അതിൽ അനുമോള് പറയുന്നുണ്ട്, ചേട്ടൻ ആ ഇന്നർവിയറിൽ പിടിച്ച് എവിടം വരെ പോകുമെന്ന് നോക്കാം, അത്രത്തോളം പൊക്കോളാൻ പറയുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ആര്യനും ശാരികയും സേവായി. ശാരികയ്ക്ക് ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷിനോടുള്ള പരാതി എന്തെങ്കിലും പറയാൻ വരുമ്പോൾ അത് കേൾക്കുന്നില്ല എന്നായിരുന്നു. ഇതിനിടയിൽ ലാലേട്ടൻ പോയ ഒരു ഗ്യാപ്പ് നോക്കി അനീഷും അഭിലാഷും തമ്മിൽ വീണ്ടും കൊമ്പ് കോർക്കുന്നുണ്ടായിരുന്നു. അവർ ഭയങ്കര വഴക്കായി, ഭയങ്കര വാക്തർക്കമായി. പിന്നീട് ലാലേട്ടൻ വന്ന് ആദ്യം ചോദിച്ചത് ഒനീലിനോടാണ്. ബിന്നിയെ പറ്റിയുള്ള കംപ്ലൈന്റ് ചോദിച്ചു. അതിനുശേഷം ബിന്നി ഒരു വിഷമാണെന്ന് ഒനീൽ പറഞ്ഞതിനെ പറ്റി ലാലേട്ടൻ ചോദിച്ചു. ഈ ഒരു ചോദ്യം ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഒനീൽ ഉരുണ്ടു മറിയാണ് ചെയ്തത്. ആദ്യമേ ജെൻഡർ കാർഡ് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നീട് അക്ബർ ഫുഡ് എടുത്തുകൊണ്ട് വന്നപ്പോൾ ബിന്നി വെജിറ്റേറിയൻസിനെ കൺസിഡർ ചെയ്തില്ല എന്നാണ് ഒരു റീസൺ ആയിട്ട് ഒനീൽ പറഞ്ഞത്. ബട്ട് ആക്ച്വലി അങ്ങനെയല്ല സംഭവം. അത് ലാലേട്ടനും തെറ്റിപ്പോയി, ബിഗ് ബോസിനും തെറ്റിപ്പോയി. അത് ഒനീലിനോട് ശരിക്കും ചോദിക്കണമായിരുന്നു. അതായത് ഫുഡിന്റെ കാര്യത്തിൽ വെജിറ്റേറിയൻസിനെ കൺസിഡർ ചെയ്തില്ല എന്നുള്ള കംപ്ലൈന്റ് പറയുന്നതിന് മുമ്പായിരുന്നു ബിന്നിയെ പറ്റി വിഷമാണെന്ന് ഒനീൽ പറഞ്ഞത്. അത് ലാലേട്ടന് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി ലാലേട്ടനെ ഒനീൽ പറ്റിച്ചു.